15 ഓം റെസിസ്റ്റൻസിന് 15 ഓം റെസിസ്റ്റൻസിന് 15 ഓം റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 15 ഓം എടുത്ത് കളയുക എന്നുള്ളതാണ്. 15 ഓമിനെ എടുത്ത് കളഞ്ഞു. എടുത്ത് കളഞ്ഞാൽ മാത്രം പോരാ, എയും ബിയും ഷോർട്ട് ചെയ്യുകയും ചെയ്തു. ആ ഷോർട്ട് സർക്യൂട്ടിലുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മീറ്റർ ഉണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം വോൾട്ടേജ് സോഴ്സിനെ മാത്രം അവിടെ നിർത്തിയിട്ട് കറണ്ട് സോഴ്സിനെ മാത്രം അവിടെ നിർത്തിയിട്ട് വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്തെടുത്ത് കളഞ്ഞു. അപ്പോൾ 4 ആമ്പിയർ ഇതുപോലെ ഉണ്ടാവും ഫിഗർ. ഈ 4 ആമ്പിയർ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഡിയിൽ വെച്ചിട്ട് രണ്ടായിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? രണ്ടായിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് എന്താ പറയുക, 4 ഇൻറ്റു 4, കാരണം 6 ഓമിലൂടെയുള്ള കറണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്നാണ്. അപ്പോൾ 1.6 ആണ്. ഫ്രം ബി ടു എ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഫ്രം ബി ടു എ ആണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ബി ടു എ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യണം, സർക്യൂട്ട് നമുക്കൊന്ന് ഇതിൽ തെറ്റുണ്ട്. എന്താണ് തെറ്റ്? നമ്മുടെ ഈ സാധനം കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്ന പാർട്ടിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് തല തിരിഞ്ഞാണ്. ഇങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ ഉള്ളത്. അപ്പം നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്ന കറണ്ടിൻ്റെ പാത്തിന് വിപരീതമായിട്ടായിരിക്കും നെഗറ്റീവാണ്. കാരണം എയിൽ നിന്ന് ബിയിലേക്കാണ് സാധാരണഗതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാറ്. ഡയറക്ഷൻ നമ്മൾ മാറ്റിയിട്ടു. എന്തായാലും കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം ഡിയിൽ വരുന്ന കറണ്ട് ആറിലൂടെ ഒഴുകുമ്പോൾ 4 × 4 ഡിവൈഡഡ് ബൈ 4 + 6 ഉണ്ടാവുള്ളൂ. 6 ഓം എഴുതാത്തത് ആറിലൂടെയുള്ള കറണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ 4 × 4 എന്ന് പറഞ്ഞാൽ 16, 16/10 എന്ന് പറഞ്ഞാൽ 1.6 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ബി ടു എ ആണ്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വോൾട്ടേജ് സോഴ്സിനെ അവിടെ റിട്ടേൺ ചെയ്യുന്നു. 30 വോൾട്ട് കറണ്ട് സോഴ്സിനെ ഷോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. വോൾട്ട് ബാറ്ററി മാത്രം അവിടെ റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഇനി എന്ന് പറയുന്നത് ഇവിടെ ഷോർട്ടാണ്, ഇത് ഓപ്പൺ ആണ്. ഓപ്പൺ സർക്യൂട്ടിൽ 8 ഓമിലൂടെ ഇനി കറണ്ടൊന്നും പോകാനില്ല. അപ്പം 30 ഡിവൈഡഡ് ബൈ 6 ടോട്ടൽ റെസിസ്റ്റൻസ് 4 + 6 10, ദാറ്റ് ഈസ് 3 ആമ്പിയർ കറണ്ട്. പക്ഷെ അത് ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് ഒഴുകുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പം നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആമ്പിയർ മൈനസ് 1.6 1.4 ആമ്പിയർ ആണ്. അപ്പം ഇനി തെവെനിൻ റെസിസ്റ്റൻസ് നോർട്ടൺ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവിടെയും വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുകയും കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 4ഉം 6ഉം മാത്രമാണ് പിന്നെ അവിടെ എ ബിക്ക് അക്രോസ് ഉള്ളത്. അപ്പം 4 + 6 10 ഓം ആണ്. അപ്പോൾ 1.4 ആമ്പിയർ ഡയഗ്രാം സർക്യൂട്ട് വരച്ചിരിക്കണ നോക്കാം. മുകളിലോട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വരയ്ക്കുക. 10 ഓമാണ്. 10 ഓമിലേക്ക് 15 ഓമിനെ തിരികെ അവിടെ തന്നെ റീകണക്ട് 15 ഓം അക്രോസ് ടെർമിനൽ എ ആൻഡ് ബി. വീണ്ടും കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുക.
കറണ്ട് ത്രൂ 15 ഓം അല്ലെങ്കിൽ ലോഡിലൂടെ കാണാൻ വേണ്ടിയിട്ട് 1.4 ഇൻറ്റു 15 തട്ടാണ് അല്ലേ, 10 എഴുതേണ്ടത് മുകളിൽ. 10 ഡിവൈഡ് ബൈ 10 പ്ലസ് 15, 14 ഡിവൈഡ് ബൈ 25, 0.56 ആംബിയർ ആണ് ഫ്രം എ ടു ബി. ഓക്കെ, താങ്ക് യു.